നമസ്കാരം. കേരളത്തിൽ വോട്ടെണ്ണൽ നടക്കാൻ ഇനി വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമേയുള്ളൂ. മെയ് 4-ന് ആരാണ് കേരളത്തിൽ അധികാരത്തിൽ എത്താൻ പോകുന്നത് എന്ന് വ്യക്തമാകും. ഇക്കുറി അധികാരത്തിലെത്താൻ UDF-നാണ് സാധ്യത. ഈ രീതിയിലാണ് തിരഞ്ഞെടുപ്പ് അവലോകനങ്ങൾ മുന്നോട്ടു പോകുന്നത്. കടുത്ത ഭരണവിരുദ്ധ വികാരം തെരഞ്ഞെടുപ്പിൽ അലയടിച്ചുവെന്നാണ് UDF വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെയാണ് ആരാകും മുഖ്യമന്ത്രി എന്ന ചർച്ച കോൺഗ്രസിൽ ശക്തമായത്. ആരാകും മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ ഇതേവരെ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഒരു തീരുമാനത്തിലും എത്തിയിട്ടില്ല. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ മുൻനിർത്തിയല്ല കോൺഗ്രസ് തിരഞ്ഞെടുപ്പിനെ നേരിട്ടത്. തിരഞ്ഞെടുപ്പ് സമയത്ത് UDF-ഉം കോൺഗ്രസും ഒറ്റക്കെട്ടായാണ് മുന്നോട്ട് പോയത്. വോട്ടെണ്ണി കഴിഞ്ഞാൽ ഇത് സംബന്ധിച്ച് തീരുമാനമാകുമെന്നാണ് കേരള നേതൃത്വത്തെ ഹൈക്കമാൻഡ് അറിയിച്ചിരിക്കുന്നത്. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗം കൂടിയാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുക്കുന്നത്. ഇതിനു മുൻപ് തന്നെ തീരുമാനം ഹൈക്കമാൻഡ് നേതാക്കളെ അറിയിച്ചിരിക്കും. ഇതിന് അനുസരിച്ചാണ് യോഗത്തിൽ തീരുമാനം വരുന്നത്. നിലവിൽ 3 പേരാണ്. രമേശ് ചെന്നിത്തല, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, AICC സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ എന്നിവരാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നത്. ചെന്നിത്തല സതീശൻ തർക്കം വന്നാൽ മാത്രമാണ് KC വേണുഗോപാലിന് അവസരം ഒരുങ്ങുക. AICC ജനറൽ സെക്രട്ടറി ആയതിനാൽ വേണുഗോപാലിനെ നേരിട്ട് അവതരിപ്പിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നിലവിൽ മത്സരം വന്നാൽ കോൺഗ്രസ് ഗ്രൂപ്പുകൾ ചെന്നിത്തലയ്ക്ക് പിന്തുണ നൽകാനുള്ള സാധ്യത ഏറെയാണ്. ആ രീതിയിലുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. ഇത്തരം നീക്കങ്ങൾ അതിരുവിടാതിരിക്കാൻ വേണ്ടിയാണ് കേരളത്തിന്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷി കഴിഞ്ഞ ദിവസം അടിയന്തര നേതൃയോഗം വിളിച്ചു ചേർത്തത്. മുഖ്യമന്ത്രിയാകാൻ കൂടുതൽ മുൻഗണന ചെന്നിത്തലക്ക് തന്നെയാകും. UDF മന്ത്രിസഭകളിൽ മന്ത്രിയായിരുന്ന പരിചയം, കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ ഭാഗമായി പലതവണ പ്രവർത്തിച്ച പരിചയം, ഹിന്ദിയും ഇംഗ്ലീഷും ഒരുപോലെ കൈകാര്യം ചെയ്യാനുള്ള കഴിവ്, മികച്ച നേതൃശേഷി എന്നിവ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ചെന്നിത്തലയെ കൂടുതൽ അർഹനാക്കുകയാണ്. വിവിധ ദേശീയ നേതാക്കളുമായി ഉറ്റബന്ധമാണ് ചെന്നിത്തലയ്ക്കുള്ളത്. ഇതും ഭരണപരിചയവും നേതൃത്വശേഷിയും പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലുള്ള തിളക്കമുള്ള പ്രവർത്തനവും ചെന്നിത്തലയെ തന്നെയാണ് തുണയ്ക്കുന്നത്. എന്നും ഹൈക്കമാൻഡിന്റെ വിശ്വസ്തൻ എന്ന പ്രതിച്ഛായയാണ് ചെന്നിത്തലയ്ക്കുള്ളത്. പ്രതിപക്ഷ നേതാവ് ആയിരിക്കെ 2ാം ഊഴം വന്നപ്പോൾ ചോദിക്കാതെ മാറ്റിയതിൽ അദ്ദേഹം ദുഃഖിതനായിരുന്നെങ്കിലും ഒരു പാർട്ടി വിരുദ്ധ നടപടിയും ചെന്നിത്തല കൈക്കൊണ്ടിട്ടില്ല. VD സതീശന്റെ നേതൃത്വം അംഗീകരിച്ച് മുന്നോട്ട് പോവുകയാണ് അദ്ദേഹം ചെയ്തത്. കരുണാകരൻ കോൺഗ്രസിനെ പിളർത്തി DIC ഉണ്ടാക്കിയപ്പോൾ KPCC അധ്യക്ഷൻ എന്ന നിലയിൽ അദ്ദേഹം അണികളെ കോൺഗ്രസിൽ തന്നെ പിടിച്ചു നിർത്തി. ഇതെല്ലാം കോൺഗ്രസ് നേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തിന് തിളക്കമുള്ള ഇമേജ് സമ്മാനിച്ചിട്ടുണ്ട്. കേരള രാഷ്ട്രീയത്തിൽ സോണിയാഗാന്ധിയുടെ ഏറ്റവും അടുത്തയാൾ ഇപ്പോഴും ചെന്നിത്തല തന്നെയാണ്. മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ സോണിയാഗാന്ധിയുടെ അഭിപ്രായവും നിർണായകമാണ്. ഇതുകൊണ്ട് തന്നെയാണ് ഇക്കുറി UDF അധികാരത്തിലെത്തിയാൽ ചെന്നിത്തല തന്നെ മുഖ്യമന്ത്രിയാകുമെന്ന് കോൺഗ്രസിലെ ഒരു വലിയ വിഭാഗം വിശ്വസിക്കാനുള്ള കാരണവും.